ഹലോ, കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇൻസ്റ്റാഗ്രാം റീൽസ് നോക്കുമ്പം എല്ലാം ക്രിസ്മസിനുള്ള ഡിഷസാണ്. അപ്പം ഞാനും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമല്ലോ. ഒരു വെറൈറ്റി പിടിക്കാനും എൻ്റെ കൊതി മാറ്റാനുമായിട്ട് ഞാൻ ചിക്കൻ ബിരിയാണിയും തുടങ്ങാമെന്ന് കരുതി. വേറെയും കുറച്ച് സാധനങ്ങളുണ്ട് പുറകെ വരും. ഉപ്പും മഞ്ഞളും വിനാഗിരിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് അത് മസാല പിടിക്കാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. എന്നിട്ട് ആ ചിക്കൻ എല്ലാം കൂടി എണ്ണയിലിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കുകയാണ്. ഒരുപാട് എണ്ണയൊന്നും ചേർക്കുന്നില്ല, വളരെ കുറച്ച് എണ്ണ. അതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ കുറച്ച് സവാള ചേർത്ത് ചെറുതായിട്ടൊന്ന് കളറ് മാറുന്നിടം വരെ വഴറ്റുകയാണ്. അതേസമയം കൊണ്ട് തന്നെ മിക്സിയിൽ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും പച്ചമുളകും കൂടി ചേർത്തിട്ട് ഒരു ചെറിയൊരു അരപ്പുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് അതിനകത്തേക്ക് ചേർത്തു. പിന്നെ തക്കാളി, ലേശം മഞ്ഞൾപ്പൊടി, ഗരം മസാല, തൈര്, ഇത്രയും സാധനങ്ങൾ ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് വഴറ്റുകയാണ്. ഇതൊന്ന് അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന ചിക്കൻ ഉണ്ടല്ലോ, അതും കുറച്ച് വെള്ളം കൂടി ഒരു ഏകദേശം ഒരു കപ്പ് അത്രയും വെള്ളം കൂടി ചേർത്ത് നമ്മളൊന്ന് വേവിക്കാൻ വെക്കുകയാണ്. ഇതൊന്ന് വെന്ത് ഒന്ന് തിളച്ച് വരുമ്പോൾ അതിനകത്തേക്ക് മല്ലിയിലയും പുതിനയിലയും പിന്നെ ലേശം നെയ്യും കൂടി ചേർത്ത് നമ്മളത് അടച്ച് വെച്ച് മാറ്റി വയ്ക്കുകയാണ്. എന്നിട്ട് വേറൊരു പാനിനകത്തേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ച് ഹോൾ സ്പൈസസ് ഇട്ട് പൊട്ടിക്കുകയാണ്. അതൊന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് നേരം കുതിർത്ത് വെച്ചിരുന്ന അരി എടുത്ത് നമ്മൾ അതിനകത്തേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. എന്നിട്ട് എന്തുമാത്രം അരിയാണോ എടുത്തത് അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ച് നമ്മൾ നന്നായിട്ട് വേവിക്കണം. 2 കപ്പ് അരി 4 കപ്പ് വെള്ളം, ആ ഒരു പ്രപ്പോർഷനിൽ. കുറച്ച് നേരം കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. എന്നിട്ട് അതേ പാനിനകത്തേക്ക് തന്നെ നമ്മൾ ലെയറിങ് ചെയ്യുവാണ്. ആദ്യം ചിക്കൻ കറി ഒഴിച്ചു, പിന്നെ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന നെയ്ച്ചോറിട്ടു, അതിനകത്തേക്ക് മല്ലിയില, പുതിനയില, പിന്നെ വറുത്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, ഫ്രൈഡ് ഓണിയൻ, ഇത്രയും നമ്മൾ ചേർത്ത് ഒരു അലൂമിനിയം ഫോയിൽ അതിൻ്റെ മുകളിൽ വെച്ച് അടച്ച് വെച്ച് 20 മിനിറ്റ് വേവിക്കണം. കുറച്ച് നേരം കഴിയുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. ആ സ്മെല്ലടിച്ചിട്ടാണ് ഞാൻ വെളിയിൽ ഇറങ്ങി വന്നത്. പിന്നെ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായൊരു സമയം കേട്ടോ. ഞാനിതിങ്ങനെ എത്രമാത്രം ഇളക്കിയിട്ടും എനിക്കങ്ങ് കൊതി മാറുന്നില്ല. അപ്പം നിങ്ങളൊന്ന് ട്രൈ നോക്കുക. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.